ജനുവരി ഒരു ഓർമ്മ. രചന അവതരണം റോസി സിയാർ. ജനുവരിയിലെ ഒരു തണുത്ത വെളുപ്പാൻകാലം. മഞ്ഞു പെയ്യുന്ന താഴ്വരയിലെ പച്ച പുതച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവിലേക്ക് നോക്കി നിന്ന എൻ്റെ കണ്ണുകൾ ചുറ്റും പരത്തി. എവിടെ അവൾ? ഇല്ല, അവൾ ഇവിടെ ഇല്ല. എന്നെ വിട്ട് പോയി, എങ്ങോ പോയി. എന്തിനാണ് അവൾ എന്നെ ഉപേക്ഷിച്ചു പോയത്? അവൾ പോയി, എങ്ങോ പോയി. ചുണ്ടുകൾ വിതുമ്പി, ഹൃദയം തേങ്ങി. ജനുവരി മാസത്തിലെ ഒരു തണുത്ത വെളുപ്പാൻകാലത്ത് മഞ്ഞു പെയ്യുന്ന ഈ താഴ്വരയിലെ കുന്നിൻചെരുവിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അവളെ കണ്ടുമുട്ടിയത്. ഈ താഴ്വരയിലെ കുന്നിൻചെരുവിലൂടെ അവൾ നടന്നു പോകുകയായിരുന്നു. അവൾ ആരാണ്, എന്താണ് എന്ന് എനിക്ക് അറിയില്ല. അവൾ മാലാഖയെ പോലെ സുന്ദരിയായിരുന്നു. എന്നെ നോക്കി ഒന്നും മിണ്ടാതെ എനിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നടന്നു നീങ്ങി. എന്നും ഈ വെളുപ്പാൻകാലത്ത് അവൾ ഈ താഴ്വരയിലെ കുന്നിൻചെരുവിലൂടെ മന്ദം മന്ദം നടന്നു പോകുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കും. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അവളെ കാണാതിരിക്കാൻ കഴിയാതെയായി. ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ ഹൃദയത്തിൽ ഒരു മഞ്ഞുതുള്ളിയായി അലിഞ്ഞു ചേർന്നു. വാടിക്കരിഞ്ഞ് കൊഴിയാൻ പോകുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നാൾ ഒരു പുതുമഴയായി പെയ്ത് ഇറങ്ങിയ മഴയിൽ എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും പൂത്തു തളിർത്തു. പക്ഷേ ഒരു ദിവസം അവൾ ഈ താഴ്വരകളെയും കുന്നിൻചെരുവുകളെയും സാക്ഷിയാക്കി എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളെയും അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പരത്തി. അവൾ എങ്ങോ പോയി മറഞ്ഞു. അവൾക്ക് എന്നെയും ഈ തണുത്ത വെളുപ്പാൻ കാലത്തെയും മഞ്ഞു പെയ്യുന്ന ഈ താഴ്വരയിലെ പച്ച പുതച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവിനെയും ഉപേക്ഷിച്ചു പോകാൻ കഴിയുമോ? അവൾ വരും. ആ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ നിലത്ത് വീണ് ചിതറി. കടിഞ്ഞാണമില്ലാത്ത കുതിരയെ പോലെ കാലം കുതിച്ചു പാഞ്ഞു. രാവും പകലും കടന്നുപോയി, വേനലും വർഷവും കടന്നുപോയി. പക്ഷേ അവൾ മാത്രം വന്നില്ല. ഇതൊന്നുമറിയാതെ അയാൾ ഇപ്പോഴും അവൾക്കായി കാത്തിരിക്കുന്നു. ജനുവരിയിലെ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് മഞ്ഞു പെയ്യുന്ന ഈ താഴ്വരയിലെ പച്ച പുതച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവിലൂടെ അവൾ വരുന്നതും പ്രതീക്ഷിച്ച് കാലം പോയത് അറിയാതെ അയാൾ അവളുടെ ഓർമ്മകളുമായി ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ജനുവരി ഒരു ഓർമ്മയായി മാറാതിരിക്കട്ടെ.